ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ സനായിരം വേൾഡ്. 2-3 ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. കാരണം ഇവിടെ ഭയങ്കര മഴയും കാറ്റും കാരണം നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ ഇപ്പോൾ പറ്റുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. ഇതെൻ്റെ വീടിൻ്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത്. മൊത്തം പാടമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാറ്റ് എങ്ങനെയായിരിക്കുമെന്ന്. നമ്മുടെ അടീനിയ സുന്ദരികൾ എല്ലാവരും തന്നെ മഴയത്തൊക്കെ കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. മഴക്കാലത്താണ് കേട്ടോ നമ്മൾ അടീനിയത്തിനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം. ദേ കണ്ടോ, പൂവൊക്കെ ഇങ്ങനെ വിരിയാതെ മുട്ടായിട്ട് കരിഞ്ഞു പോവുകയാണ്. കാരണം വേറൊന്നുമല്ല, വെള്ളം കയറിയിട്ടാണ്. നല്ല കൃത്യമായിട്ട് അടീനിയം പ്ലാന്റ്സിനെ നിരീക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ് കേട്ടോ ഈ മഴക്കാലം എന്ന് പറയുന്നത്. മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അടീനിയം ചട്ടികളിലെ പോട്ടി മിക്സിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഒരിക്കലും ഉണ്ടാവരുത്. അത് ഒഴിവാക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. ഒന്നില്ലെങ്കിൽ UV ഷീറ്റിൻ്റെ അടിയിലേക്കോ അല്ലെങ്കിൽ വെള്ളം വീഴാതെ ഏതെങ്കിലും ഒരു ഷെയ്ഡിലേക്കോ അടീനിയം പ്ലാന്റിനെ മാറ്റേണ്ടതുണ്ട്. നന്നായിട്ട് മണലും മണ്ണും മിക്സ് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. വെള്ളം തനിയെ വാർന്നു പോയിക്കോളും. ഇനിയിപ്പോൾ വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, പോട്ടിൻ്റെ അടിവശത്തുള്ള ഹോളിൽ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഈർക്കിലിയോ ചെറിയ കമ്പോ ഉപയോഗിച്ച് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ വെള്ളം പോയിക്കോളും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വേരിൽ കൊണ്ട് ഡാമേജ് ഉണ്ടാവരുത് കേട്ടോ. അങ്ങനെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫംഗസ് കയറിയിട്ട് ആ പ്ലാന്റിൻ്റെ കോഡക്സ് മൊത്തം ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് ഇനി നമുക്ക് മഴ കൊള്ളാതെ ചെടിയെ മാറ്റി വെക്കാൻ ഒരു ഏരിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. നല്ല മഴയുള്ള സമയത്ത് ചെടിച്ചട്ടി ഇതുപോലെ ചരിച്ചിട്ടാൽ മതി. വെയിലുള്ളപ്പോൾ നിവർത്തി വെക്കാം. ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇത്രയും മഴയുള്ളപ്പോഴും നമ്മുടെ പ്ലാന്റിൽ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ചില പ്ലാന്റ്സിലൊക്കെ എല്ലാത്തിലും ബഡ് ഉണ്ട്. മഴക്കാലത്തും പൂക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അഡീനിയം. ഈ സമയത്ത് കുറച്ച് പൂക്കൾ കുറയുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അതേ ഇതുപോലെ മഴ കാത്ത് നിൽക്കുന്ന വേഴാമ്പലിനെ പോലെ വെയിൽ കാത്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മളുടെ എല്ലാ അടീനിയവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമുക്ക് ഒരുപാട് പ്ലാൻസ് സെയിലിനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ മഴ ഒന്ന് കുറഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവരും മഴയത്ത് നല്ല സുരക്ഷിതമായിട്ട് ഇരിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.